നമസ്തേ. നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു സുദിനമാണ്. ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് അനിത്ത് ഒരു പാട്ട് ഭഗവാന് നടക്കൽ വെച്ച് അതിന് സംഗീതം നിർവഹിച്ചത് മോഹനൻ മംഗലശ്ശേരി. അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുണ്ട്. ശ്രീ ശരത്തപറകളാണ് ആ ഗീതം ആലപിച്ച് ഭഗവാന് സമർപ്പിച്ചത്. അപ്പം അദ്ദേഹം രണ്ടു വാക്ക്. നമസ്കാരം. എന്തായാലും എൻ്റെ ഒരു സുഹൃത്ത് അനി കാഞ്ഞിരമറ്റം ആണ് എന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയത്. അദ്ദേഹം ഈ അമ്പലത്തിൽ വന്നപ്പോൾ തിരുമേനി കൊടുത്തൊരു ഇൻസ്പിറേഷനാണ്. തിരുമേനിയാണ് ആ പാട്ടിൻ്റെ തുടക്കം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുള്ളത് അദ്ദേഹം അത് പൂർണ്ണമാക്കുകയും എനിക്കത് ട്യൂൺ ചെയ്യാനുള്ള കർമ്മം ലഭിക്കുകയും ചെയ്തു. അത് ഭാഗ്യവശാൽ അങ്ങനെ അത് ശരത് സാറ് കേൾക്കുകയും അദ്ദേഹം അത് പാടിത്തരികയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത വന്നു. എനിക്കപ്പം തമ്പുരാനെ കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ തിരുമേനിയും ഭഗവാനെ കാണാനായിട്ട് വന്നതാണ്. അത് വന്നപ്പോൾ തിരുമേനിയെ കണ്ടു, എനിക്ക് പ്രസാദം കിട്ടി. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കൃപ. തുടർന്ന് അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവട്ടെ. അതുപോലെ ഇനിയും നിറയെ അങ്ങേക്ക് അസാധ്യമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒക്കെ ട്യൂൺ ചെയ്ത് പാടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. രണ്ടുപേരി കൃപയെനിക്കേകണേ തമ്പുരാനേ, കനിരമറ്റം വാഴും എൻ ഭവനേ. കൃപയെനിക്കേകണേ തമ്പുരാനേ, കനിരമറ്റം വാഴും എൻ പുരാനേ. തൃക്കണ്ണു തുറന്നെൻ്റെ ദുഃഖങ്ങളൊക്കെയും ഭസ്മമായൊഴിയണേ എൻ ഭവാനേ. അതുപോലെ ഭഗവാൻ വെളിപ്പെടുത്തപ്പെന്നാണ് പേര്. ഭഗവാൻ എല്ലാവരും കണ്ണു തുറന്നു നോക്കി വേണ്ടുന്ന രീതിയിലുള്ള കടാക്ഷമൊക്കെ നൽകട്ടെ. തീർച്ചയായിട്ടും എല്ലാ ഭാവുകങ്ങളും.